ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഭയങ്കര മഴയും ഇടിയും കാറ്റും ഒക്കെ ആയിരുന്നു ഇന്നലെ. കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. രാവിലെ കുറച്ച് ചെമ്പാനായില മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പാനെന്നും ചാമ്പാനെന്നും ഒക്കെ പറയും. അപ്പോൾ ആ ഇല കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. വറക്കുന്ന ഏറ്റവും നല്ലത്, കറി വെക്കുന്ന അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഇച്ചിരി കറി വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു 3-4 മീൻ എടുത്തിട്ട് കറി വെക്കുക, ബാക്കിയൊക്കെ വറക്കാൻ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. എണ്ണയിൽ ഉലുവ പൊട്ടിച്ചു, കടുക് വേണ്ട. അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. സവാളയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ഭാഗം മതി, ഉള്ളി കൂടുതൽ വേണ്ട. ചെറിയുള്ളി ചേർത്താലും ഉള്ളി അധികം വേണ്ട, 2-3 ചെറിയുള്ളി മതി. തക്കാളി കൂടുതൽ വേണം, നന്നായിട്ട് പഴുത്ത തക്കാളി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് വഴറ്റി അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. കുടംപുളി വേണമെങ്കിൽ കുടംപുളി ഇടാം. ഞാനിപ്പം ശകലം വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഇങ്ങനെ തക്കാളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന കറിയിൽ ചേട്ടായിക്ക് ഇഷ്ടം വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മീനൊക്കെ ഇട്ടിട്ട് വേവിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് എടുത്താൽ മതി. നല്ല നെയ്യുള്ള മത്തി, അയല ഒക്കെ ഇതുപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചെമ്പാനയില ആയതുകൊണ്ട് അത്ര വലിയ രുചിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് കറി വെക്കാൻ അത്ര ടേസ്റ്റൊന്നും ഉള്ള മീനൊന്നുമല്ല. പിന്നെ മാമ്പഴ പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മാങ്ങ ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. കൊത്തി കൊത്തി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പം എടുക്കുന്ന നാട്ടുമാങ്ങയൊക്കെ ഇല്ല, അങ്ങനത്തെ മാങ്ങയൊന്നും ഇതിന് വേണ്ട. ഇത് സാധാരണ തൊലിയൊക്കെ ചെത്തി നമ്മൾ എടുക്കുന്ന മാങ്ങ തന്നെ എടുത്തിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് കേട്ടോ. പൈനാപ്പിൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം തേങ്ങ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതിലേക്ക് കടുക് ഇട്ടിട്ട്, കടുക് അരയാൻ പാടില്ല, ചതയാനേ പാടുള്ളൂ. ഒന്ന് കടുകും കൂടി ഇട്ട് ചതച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങായും പച്ചമുളക്, കുറച്ച് വെല്ലം, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് വേവിക്കുക. മഞ്ഞൾ പൊടി വേണ്ട. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒത്തിരി വെള്ളമായി പോകരുത്. പച്ചടിയൊക്കെ കുറുകിയ പോലല്ലേ ഇരിക്കുന്നേ, അതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് ഒരു ഉടഞ്ഞ പോലായി വരണം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ മാങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞപ്പം അരപ്പ് ചേർത്തു. എന്നിട്ട് തീ ഓഫാക്കി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് തൈര് ചേർത്ത് മിക്സ് ആക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോയെങ്കിലോ. അതുകൊണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് തൈര് ചേർത്ത് മിക്സ് ആക്കാം. തൈര് ചേർക്കുമ്പോൾ നല്ല കട്ടത്തൈരുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, അന്നേരം ഒത്തിരി വെള്ളം പോലെ ആയി പോകത്തില്ല. ഇവിടെ ഇച്ചിരി മോര് പോലത്തെ പരുവത്തിലുള്ള തൈരാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് കടുകൊക്കെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും, വേറൊന്നുമില്ല. എന്ത് കറിയാണെങ്കിലും കടുക് വറുത്ത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടിച്ചു വരുകയും തറ തുടയ്ക്കുകയൊക്കെ ചെയ്യുക. മുറ്റത്ത് കാട് പറിക്കുമായിരുന്നു കേട്ടോ, അവിടെ നിന്ന് കയറി വന്നതാണ്, അതുകൊണ്ടാണ് തലയെ തോർത്തൊക്കെ കെട്ടിയേക്കുന്നത്. വെയിലാണ്, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അലക്കിയ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ കൊണ്ട് എടുത്ത് ഒരു ബെഞ്ചിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം മടക്കി വെക്കണം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം മടക്കാൻ. ഈ കൊല്ലം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിടാം. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ അപ്പൻ്റെയും അമ്മയുടെയും ഫോൺ നമ്പരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. പിന്നെ ടോയ്ലറ്റ് ഉപയോഗിക്കാനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അംഗൻവാടിയിലായാലും LKG UKG പോകുന്ന സമയത്ത് ഇവർക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും പാത്രം കഴുകാൻ പോകുമ്പോഴും ഒക്കെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും, ആൻറ്റിമാർ. പക്ഷേ 1-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പല സ്കൂളിലും ആരും സഹായത്തിനൊന്നും ഉണ്ടാവില്ല. ഇവർ കുട്ടികൾ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ആ കുഞ്ഞിപ്പെണ്ണിനെ വിടുന്ന സ്കൂളിലും ആരുമില്ല, ടീച്ചർ തന്നെയുള്ളൂ. അപ്പോൾ ഇവർ വേണം സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ ചെന്ന് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വിഷമമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളാണ്. കഴിവുകൾ ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, അത് വലിയവരാണേലും കുട്ടികളാണേലും ഒക്കെ എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടെത്തി വളർത്തിയെടുക്കാം. പുതിയ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ആ സ്കൂളും പരിസരമൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. കുഞ്ഞുങ്ങളുടെ പേരുകൾ അവർക്ക് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. LKG UKG ഒക്കെ കഴിഞ്ഞു പോകുന്ന പിള്ളേർ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ എഴുതാനും പിന്നെ ചെറിയ ചെറിയ വാക്കുകൾ കൂട്ടി വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചിട്ടാണല്ലോ പോകുന്നത്. പിന്നെ കുഞ്ഞു മക്കളാവുമ്പം അവരുടെ ബുക്കിൽ മാത്രമല്ല പേരെഴുതേണ്ടത്, അവരുടെ ലഞ്ച് ബോക്സിലും ബാഗിലും കുടയിലും എല്ലാം പേരെഴുതി വേണം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്.
കുഞ്ഞിപ്പെണ്ണ് LKG UKGയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ടൈം ടേബിൾ നോക്കി ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവളായിരുന്നു സ്വന്തം ബുക്കൊക്കെ എടുത്ത് ബാഗിൽ അടുക്കി വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആവുമ്പം നമ്മളതൊക്കെ പിള്ളേർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വരുമ്പോൾ അവർക്ക് ബുക്കൊക്കെ നോക്കി എടുക്കാനൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും വയ്യാഴികയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ടീച്ചറോട് പറയാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം. നമുക്ക് സ്കൂളിനെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയാതിരിക്കുക. അവർക്ക് സ്കൂളിനെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും പിന്നെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ സ്കൂളിൽ നിന്ന് വരുന്ന പാടെ പിള്ളേരെ പഠിപ്പിക്കാനിരുത്താതെ അവരെ കുറച്ച് നേരം കളിക്കാനോ അവരുടെ ഇഷ്ടത്തിന് വിടുക. അതൊക്കെ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാനൊക്കെ ഇരുത്താം. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് സ്കൂളിൻ്റെ പേരും പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഷൂവ്, ചെരുപ്പ്, ബെൽറ്റ് ഇതൊക്കെ കുട്ടികളെ സ്വന്തമായിട്ട് ഇടാൻ വേണ്ടി പഠിപ്പിക്കണം. പരിചയമില്ലാത്ത ആൾക്കാർ തരുന്നതും മേടിക്കുകയും കഴിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ലെന്നും അതുപോലെ തന്നെ സ്കൂളിൽ മറ്റുള്ള പിള്ളേരെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. പിന്നെ ടീച്ചർ പറയുന്നതൊക്കെ കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ വേണം എന്നൊക്കെ നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.